ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നെടുമങ്ങാടുള്ള 4x4 റേസിംഗ് ട്രാക്കിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കകത്തോട്ട് പോവാം. ഗായ്സ്, ആദ്യമായിട്ട് നമുക്ക് വന്നേക്കുന്ന ഒരു പച്ച വണ്ടിയാണ്, ഒരു പച്ചക്കുതിര. ചെളിയിൽ കൂടെ പൂണ്ടു പോകുന്ന ഒരു പച്ചക്കുതിരയാണ് നമുക്ക് ആദ്യം വന്നേക്കുന്നത്. അത് പട പോയിട്ടുണ്ട്. അടുത്ത വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതാ അങ്ങ് എത്താറായി. ചെളിയിലൊക്കെ ഇങ്ങനെ പൊതഞ്ഞു പോകുന്നു. ഗായ്സ്, അടുത്ത വണ്ടി വന്നിട്ടുണ്ട്. അടുത്തത് അടിപൊളി വണ്ടിയാണ്, ഒരു കൊച്ചു വണ്ടി. നല്ല നീളമൊക്കെ നല്ല കുറവാണ്, പക്ഷേ പുള്ളി ചവിട്ടി വിടുന്നുണ്ട്. ആ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം ക്ലച്ചൊക്കെ ചെറുതായിട്ടൊന്ന് തീരുന്നുണ്ടോയെന്നൊരു ഡൗട്ട്. വലിഞ്ഞു കയറി പോകുന്നത്. ആ കയറി പോകത്തില്ലെന്ന് ചോദിച്ചാൽ ഗായ്സ് നമുക്ക് പോയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതാ എത്തി. പുള്ളി അവിടെ ഫ്ലാഗ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതാ റിവേഴ്സ് എടുക്കുന്നുണ്ട്. ഇതാ ഈസി ആയിട്ട് പോകുന്നുണ്ട് ഗായ്സ്, നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ട്. ഇതാ ചവിട്ടി വിട്ടു പോകുന്നുണ്ട്. നല്ല പവർഫുൾ വണ്ടിയാണ്. എന്തായാലും പണിത് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം പുള്ളിക്ക് ഉള്ള പുള്ളിയുടെ കോൺഫിഡൻസ് ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ആ ചെളിയിൽ കൂടെ ഇതാ പറന്ന് പോയി ഗായ്സ്, ഇതാ വലിഞ്ഞു കയറി പോവുകയാണ്. എന്നാ പവറാണെന്നാ ഈ വണ്ടി. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇത്രയും ചെളിക്കകത്തൂടെ ഇതിങ്ങനെ പോകുന്നു. എന്തായാലും വന്നത് മുതലായെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ട്രാക്കുള്ള കാര്യമൊന്നും ആർക്കും അറിയത്തില്ല. ഇവരുടെ പുതിയ പരിപാടിയാണ്. അടുത്ത വണ്ടി വന്നിട്ടുണ്ട് ഗായ്സ്. ഈസി ആയിട്ട് ചെളിയിൽ കൂടെ പോകുന്നുണ്ട് ഗായ്സ്. ഇത്രയും ഒരു ടയറൊക്കെ പാതിയിൽ കൂടുതൽ എന്തായാലും മഡിൽ താഴുന്നുണ്ട്. അടുത്ത വണ്ടി വന്നിട്ടുണ്ട് ഗായ്സ്. കുറച്ച് ലാഗാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇല്ല ഗായ്സ്, ദാ ചെളിയിൽ കൂടെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. നല്ല പവറുള്ള വണ്ടിയാണ്. നല്ല സ്പെക്ക് ഇവർ ട്യൂൺ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ എന്തായാലും ട്യൂൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 4x4 അല്ലേ, എന്തായാലും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാനുണ്ട്. നമുക്ക് ഈ ട്രാക്കിൽ വന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ട്യൂൺ ചെയ്ത ഈ വണ്ടി ഭ്രാന്തന്മാരെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ അടുത്ത വണ്ടി വന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ആയിട്ടുണ്ട് ഗായ്സ്. ഈ വണ്ടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് അടിപൊളി വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ കയ്യടി വീണ വണ്ടിയാണ്. കാരണം പുള്ളിയുടെ കോൺഫിഡൻസ് കൊണ്ട് മാത്രം ജയിച്ചൊരു വണ്ടിയാണ്. ഈ വണ്ടിക്ക് നിങ്ങൾ കണ്ടു നോക്കൂ ഗായ്സ്. ഈ വണ്ടി ഇത് നല്ല ഈസി ആയിട്ട് പോകുന്നുണ്ടല്ലോ. ഇതിൻ്റെ എഞ്ചിനോ എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. സംഭവം ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഒന്ന് പതറുന്നുണ്ട്. ഫ്ലാഗ് ഈസി ആയിട്ട് എടുത്തെങ്കിലും ഇത് ഇനി തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഇനി കാണാൻ പറ്റുന്നതാണ്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ ഗായ്സ്. എന്തായാലും നമ്മളെ കറുത്ത മുത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. കാരണം ഈ വണ്ടിക്ക് മാത്രം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയാണ്. കാരണം ഇത് ഡ്രൈവറിൻ്റെ ആ ഒരു കേപ്പബിലിറ്റിയും പുള്ളിയുടെ ആ ഒരു കോൺഫിഡൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയും കട്ട ചെളി കൂടെ പോകുന്നത് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇപ്പോൾ നോക്കിക്കോ ഗായ്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വണ്ടി ഓഫായിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓഫായി കഴിഞ്ഞിട്ട് പുള്ളി റിക്കവറിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ പുള്ളി ഇങ്ങനെ വണ്ടി ഓഫായി കഴിഞ്ഞിട്ട് പുള്ളി ഒന്നിനും വെയിറ്റ് ചെയ്യാതെ അടുത്ത് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇത് കണക്ക് പെട്ടുപോയി. പിന്നെയും അടുത്ത് ഈ ട്രാക്കിൽ പിന്നെ ഇത് കണക്ക് പെട്ടുപോകുമ്പോൾ പുള്ളിയുടെ കോൺഫിഡൻസ് ഡൗൺ ആകുമെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒട്ടും ഡൗൺ ആവാൻ പുള്ളി ഈ ടൈം ഔട്ടാവാൻ പോകുന്നു എന്നുള്ളൊരു നിമിഷം എത്തിയിട്ട് പോലും പുള്ളി ഇത് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ കണ്ടു നോക്കുക ഗായ്സ്, ഇത് എങ്ങനെയാണ് പുള്ളി ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, ഈ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഒരു ഡ്രൈവറിന് എങ്ങനെയാണ് ക്ഷമ വേണ്ടത്, ഇതെല്ലാം നമുക്ക് ഈ ഒരു വണ്ടിയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. പുള്ളി ഇത് കണക്ക് അടിച്ചെടുക്കുന്നുണ്ട്, പുറകോട്ട് റിവേഴ്സ് എടുത്ത് പോകുന്നുണ്ട്, പിന്നെ ഓഫ് ആവുന്നുണ്ട്. പുള്ളിയുടെ ആ ഒരു മനോവീര്യം ചോർന്നു പോവുകയാണ്. എന്നിട്ടും പുള്ളി ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇത് ഓരോ ഡ്രൈവർമാരും കണ്ടിരിക്കേണ്ടതാണ്. നമ്മൾ ഡ്രൈവിങ് ചെയ്യുന്നതാണ്, നമുക്ക് എല്ലാവർക്കും വണ്ടി ഇഷ്ടമുള്ളതാണ്. അപ്പം നമുക്ക് ഇത് കണക്ക് ട്രാക്കിലായിരുന്നാലും ഓഫ് റോഡിലായിരുന്നാലും അല്ല പുറത്ത് നമ്മളല്ലാതെ ഓടിക്കുമ്പോഴും വണ്ടിക്കൊരു പണി വരുമ്പോഴത്തേക്കും നമ്മൾ ആ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പുള്ളിയുടെ ആ ഒരു ഡ്രൈവിങ്ങിൽ നിന്ന് നമുക്ക് കണ്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഗായ്സ്, നമുക്കിപ്പം നോക്കുമ്പോൾ മനസ്സിലാവുന്നത് വണ്ടി ഫുള്ളി മഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയുടെ 4 വീലും നമുക്ക് ചെളിക്കകത്തോട്ട് പൂണ്ടുപോയി. എന്തായാലും പുള്ളി ഈ ഡ്രൈവറിനെ പറ്റി ആലോചിക്കുമ്പോഴാണ് പുള്ളിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരിങ്ങനെ ചുറ്റും കൂടിയിരിക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ വണ്ടി ചെളിയിലേക്ക് പൂണ്ടുപോയി. പുള്ളി എത്ര ശ്രമിച്ചിട്ടും ഇതിനെ കരയിലോട്ട് കയറ്റാൻ പറ്റാതിരിക്കും. പുള്ളിയുടെ മനസ്സൊന്ന് ആലോചിച്ചു, പുള്ളിയുടെ എഫേർട്ട്. അവസാനം ഹിറ്റാച്ചി വന്നാണ് ഇതിനെ പുറത്തോട്ട് വലിച്ചെടുക്കുന്നത്. അതോടുകൂടി കാണികളുടെ മനസ്സിൽ എന്തോ ആനന്ദ പുളകുമെന്നൊക്കെ പറയാം. എന്തായാലും എല്ലാവരും കൈയടിക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും പുറത്തേക്ക് എടുത്തു.
ഗൈസ് അടുത്ത വണ്ടിയും ട്രാക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ട്രാക്കിലെല്ലാം മഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇറങ്ങി ഉടനെ തന്നെ ഇത് ചെളിയിൽ പൂണ്ടുപോയി. എന്തോ പുള്ളിനെ കൊണ്ട് ഒക്കാത്തതാണോ എന്തരാണെന്ന് അറിയാൻ വയ്യ. വണ്ടി എന്തായാലും പെട്ടുപോയി. ഡിസ്ക്വാളിഫൈ ചെയ്തെന്നാണ് തോന്നുന്നത്. റിക്കവറി വണ്ടി വന്നിട്ടുണ്ട്. ഗൈസിൻ്റെ അടുത്ത് ഈ വണ്ടിയുടെ ട്രാക്കിൽ ഇറങ്ങാൻ പോകുന്നത്. ഗൈസ് നമുക്ക് അടുത്ത പച്ചക്കൂര പിന്നെ ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട്. പുള്ളി ഇത് നേരത്തെ നമ്മൾ കണ്ടില്ലേ, ആ സെയിം വണ്ടിയാണ് ട്രാക്കിൽ ഇറക്കാൻ പോവുകയാണ്. ട്രാക്കിലോട്ട് ഇറക്കാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, ഇത് കഴിഞ്ഞിട്ട് താഴെ റബ്ബറും കാട്ടിലോട്ട് പോയിട്ട് വളഞ്ഞും പോയൊക്കെയാണ് ട്രാക്ക് കിടക്കുന്നത്. ഒരുപാട് ട്രഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ ഗൈസ്, വണ്ടി പഞ്ചറായിപ്പോയി. സംഭവം പുള്ളി കാറ്റ് കുറച്ച് വെച്ചതാണ്. പുള്ളി കാറ്റ് പോയിട്ടുണ്ട്. എന്തായാലും അടുത്ത് പിന്നെ ട്രാക്കിൽ ഇറങ്ങി. വന്നോണ്ടേ ആദ്യം തന്നെ റബ്ബറിൽ കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ക്യാഷ് എന്തായാലും പോയി. എന്തായാലും പുള്ളി പിന്നെയും ഫ്രണ്ടിലോട്ട് പോവുകയാണ്. നമ്മൾ നോക്കാം. അടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ മുകളിൽ കാണുന്ന ഭാഗത്ത് അവിടെ കയറ്റിയിട്ട് റിവേഴ്സ് എടുത്ത് ഫ്ലാഗ് ടച്ച് ചെയ്യണം. കോണാണെന്ന് തോന്നുന്നു, കോണ് ടച്ച് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. റിവേഴ്സ് എടുക്കുമ്പോൾ അറിയാമല്ലോ, വണ്ടി നമുക്ക് നല്ല ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കോൺ ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തതാ പോയിട്ട് തിരിച്ചു വന്നതാണ്. അടുത്ത് ചെറിയ ട്രഞ്ചുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ 4x4 4 ടയറുകളും ഇറക്കി കയറ്റി വരണം. അപ്പോഴാണ് ടാസ്ക് കംപ്ലീറ്റ് ആവുന്നത്. ഫ്രണ്ട് ടയർ നമുക്ക് ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ റിവേഴ്സ് എടുത്ത് പോവുകയാണ്. ആ ഫ്രണ്ട് മാത്രം ഓക്കെ, അത് ഇറക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ടയർ മാത്രം കുതിച്ച് ചാടിയിട്ടുണ്ട്. എന്തായാലും മുന്നോട്ട് തന്നെയാണ്. പുള്ളി എക്സ്പേർട്ട് ഡ്രൈവറാണ്. എന്തായാലും നമുക്ക് പുള്ളിയുടെ ഡ്രൈവിംഗ് സ്കില്ല് കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത് ചെറിയ ലെഫ്റ്റ് കോർണറിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മുകളിലോട്ട് പോകുന്നുണ്ട്. പുള്ളിയുടെയൊക്കെ ആ ഒരു മനോവീര്യമാണ് നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റുന്നത്. എന്തായാലും കുറച്ച് നല്ല ധൈര്യം വേണം വണ്ടിയൊക്കെ ഓട്ടിക്കണമെങ്കിൽ. എന്തായാലും ഓഫ് റോഡെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അഡ്രിനാലിൻ ബൂസ്റ്റ് നമുക്ക് തരുന്നത് തന്നെ ഇതിനകത്തെ റിസ്കി പാത്തുകളാണ്. എന്തായാലും മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇതൊരു ഹിൽ ക്ലൈമ്പിംഗ് മോഡ് നമുക്ക് തരുന്ന ഒരു പരിപാടിയാണ്. കാരണം റബ്ബറും കാടാണെങ്കിലും നല്ല റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ്. മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ചവിട്ടി വിട്ട് കയറി പോവുകയാണ്. ഈസി ആയിട്ട് ഇത്രയും വലിയ കയറ്റം വരെ ഈസി ആയിട്ട് വണ്ടി കയറുന്നുണ്ട്. അടുത്ത വണ്ടി ട്രാക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുള്ളി നല്ല സ്മൂത്തായിട്ട് എടുക്കുന്നുണ്ട് വണ്ടി. ഫ്രണ്ട് ടയറായിരുന്നാലും പിറക് ടയറായിരുന്നാലും കറക്റ്റ് ട്രഞ്ചിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് തന്നെയാണ് വരുന്നത്. മുന്നത്തെ വണ്ടീനെ കണക്കല്ല, മുന്നത്തെ വണ്ടി കുറച്ച് ടഫായിട്ട് എടുത്ത കണക്ക് എനിക്ക് തോന്നി. ഇത് നല്ല ഈസി ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത് കണക്ക് നമുക്ക് റിവേഴ്സിലോട്ട് എടുത്ത് കോണ് ടച്ച് ചെയ്യാൻ പോവുകയാണ്. നല്ല ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട് പുള്ളി കുറച്ച് എക്സ്പേർട്ടാണെന്ന് തോന്നുന്നു. മുന്നേ റേസിങ്ങിന് ട്രാക്കിലുമൊക്കെ പോയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. പുള്ളി എന്തായാലും മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചില്ല. ഓക്കെ, നെക്സ്റ്റ് വണ്ടി വേറൊരു പച്ചക്കുതിരയാണ് വന്നേക്കുന്നത്. പുള്ളി പറഞ്ഞതുപോലെ തന്നെ പച്ചക്കുതിരയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും പിറകെ വീല് ട്രഞ്ചിൽ ഇറങ്ങിയിട്ടില്ല. എന്തായാലും റിവേഴ്സ് എടുക്കുന്നുണ്ട്. റിവേഴ്സ് എടുത്ത് പിന്നെ ട്രഞ്ചിൽ ഇറക്കുക, അതാണ് മെയിൻ ടാസ്ക്. ടയർ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് ഗൈസ്. എടുത്തിട്ടുണ്ട്. പുള്ളി ഇൻഡിക്കേറ്ററൊക്കെ അടിച്ചിട്ടാണെങ്കിലും സംഭവം വണ്ടി ഇറക്കിയിട്ടുണ്ട്. ഈസി ആയിട്ട് എടുക്കുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. പുള്ളി നല്ല ഈസി ആയിട്ട് എടുക്കുന്നുണ്ട്. നല്ല സ്കില്ലൊക്കെ വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. കാരണം വണ്ടിയുടെ ഒരു പാതി ഹൈറ്റെങ്കിലും കാണും ഓരോ ട്രഞ്ചിനും. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ വയ്യ. എന്തായാലും നല്ല ഈസി ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒട്ടും ഈസി അല്ല. നമ്മളെ വണ്ടി നമ്മൾ ഓൺ റോഡിൽ ഓടിക്കുമ്പോഴേ ചില ആൾക്കാരെ നമുക്കറിയാമല്ലോ, തൊട്ടപ്പുറത്തെ ഓടയ്ക്കകത്തൂടെയൊക്കെ കൊണ്ടുപോകുന്ന എത്ര ആൾക്കാരുണ്ട്. എന്തായാലും ഇത് അങ്ങനെയല്ല, നല്ല സ്കില്ല് വേണ്ട പരിപാടിയാണ്. എന്തായാലും പുള്ളി കോണ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് പോയിട്ടുണ്ട്. നമുക്കിനി അടുത്ത് തിരിച്ചു വരുമ്പോഴുള്ള ട്രഞ്ചിൽ ഇറങ്ങുന്നതും കൂടെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ഈസി ആയിട്ട് പുള്ളി ഇത് ചെയ്യുവാണ്. 4 വീലും ഈ ട്രഞ്ചുകളിൽ ഇറക്കുക, സൈഡ് ബേസ്മെൻ്റ് ഒന്നും തട്ടാതെ. നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾ മാത്രമാണല്ലോ എന്തായാലും ഇറക്കുന്നത്. അങ്ങനത്തെ വണ്ടിയൊക്കെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. നമുക്ക് സാധാ റോഡിലോട്ടിക്കുന്ന വണ്ടി ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും 4 ടയറുകളും ട്രഞ്ചിലിറക്കി പച്ചക്കുതിര മുന്നേറുകയാണ്. എന്തായാലും ഇത് കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, നമുക്ക് മുകളിലോട്ട് കയറണം.
അതായത് ഈ മുകളിലത്തെ ക്ലൈംബിങ് പോർഷനിൽ നിന്നുള്ള വീഡിയോസാണിത്. ഇത് വേറൊരു ബ്ലാക്ക് വണ്ടിയാണ്. മഡിലൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ആക്ച്വലി ഇത് സംഭവിക്കുന്നത്. ഈ മുകളിലോട്ട് പോകുന്ന ആ ഒരു ട്രാക്കിലോട്ട് കയറുന്നത്. അവിടെ ചെന്ന് ഇടിച്ച് നിന്നിട്ടുണ്ട്. ഇത് അടുത്ത വണ്ടിയാണ്. അടുത്ത വണ്ടി ഇത് മുകളിലോട്ട് കയറുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷനിൽ വന്ന് നിന്നത്. ജസ്റ്റ് റിവേഴ്സ് എടുക്കുന്നുണ്ട് ഗൈസ്. ഇല്ലെങ്കിൽ റബ്ബറിൽ ഇടിച്ച് മറിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പുറകോട്ട് റിവേഴ്സ് എടുത്തിട്ട് കയറി പോകുന്നുണ്ട്. ഈസി ആയിട്ട് നോക്കി എന്തുമാത്രം ആ ഒരു വണ്ടിയുടെ ഹൈറ്റിനെക്കാട്ടിയും കൂടുതലുണ്ട് ഈ ഒരു ക്ലൈംബിങ് സെക്ഷൻ. പക്ഷേ ഈസി ആയിട്ട് മുകളിലോട്ട് എങ്ങനെയാണ് ഇത് കയറ്റുന്നത് ഒരു പിടുത്തമില്ല. നല്ല സ്കില്ലായിരിക്കും. ഡ്രൈവറിൻ്റെ സ്കില്ലാണല്ലോ എപ്പോഴും നമുക്ക് ഓഫ് റോഡിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എന്തായാലും ഗായ്സ് ഈസി ആയിട്ട് അതെനക്ക് തന്നെ ബ്രേക്കൊക്കെ ഇത് എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് ഒരു പിടുത്തമില്ല ഗായ്സ്. എന്തായാലും അവർ പറയുന്നിടത്ത് വണ്ടി നിൽക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്നെ കൊണ്ട് പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുമായിരിക്കും. പറ്റുമെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ അത്ര റീച്ചൊന്നുമില്ല. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് തരണം. കാരണം ഇതിനകത്തെ പുതിയ കണ്ടൻറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അതായിരിക്കും പ്രചോദനം. ഈസി ആയിട്ട് ഇറങ്ങിയെങ്കിലും റിവേഴ്സ് എടുത്താൽ മാത്രമാണ് റൈറ്റ് കോർണറിലേക്ക് തിരിയാൻ പറ്റുന്നത്. ഈസി ആയിട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ട്രിവാൻഡ്രംകാർക്ക് എന്തായാലും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും നെടുമങ്ങാടാണ് ഇത് നടന്നത്. നമുക്ക് നെടുമങ്ങാടുള്ള ഒരുപാട് വ്യൂവേഴ്സ് നമുക്കുണ്ട്. നെടുമങ്ങാട് ഭാഗത്ത് ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ട് പ്രാദേശികവാസികളെന്നുള്ള നിലയ്ക്ക് കുറച്ച് ആൾക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ നമുക്ക് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടൊക്കെയാണ് ഒരുപാട് ആൾക്കാരും വന്നത്. എന്തായാലും ഈ ഒരു സെക്ഷൻ ഒരു എൻഡിങ് ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തതായി ചുമന്ന വണ്ടിയാണ്. ഇത് കാണാൻ തന്നെ എന്തൊരു ലുക്കാണ് ഗൈസ്. ഇത് ഈസി ആയിട്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഹില്ല് എങ്ങനെയെങ്കിലും ക്ലൈംബ് ചെയ്ത് കയറോ അതേ എവിടെയെങ്കിലും നിന്ന് പോവോ, ഇതൊക്കെ നമുക്ക് നോക്കാം. ഈസി ആയിട്ട് എന്തൊരു എളുപ്പത്തിനാണ് ഗൈസ് ഇവർ കയറി പോകുന്നത്. ഇത്രയും വണ്ടീനെക്കാട്ടി 2 ഇരട്ടി ഹൈറ്റുള്ള ഒരു സെക്ഷനാണിത്. എന്നിട്ട് അവർ എന്തൊരു ലാഘവത്തോടു കൂടിയാണ് അവർ ക്ലൈംബ് ചെയ്ത് പോകുന്നത്. അതെനിക്ക് തിരിച്ചിറങ്ങുന്ന ആ ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അവർ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ആ ടെൻഷൻ ഇവർക്ക് ബ്രേക്ക് കിട്ടുമോ. പക്ഷെ അങ്ങനെ അവർക്കൊരു ടെൻഷനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതാ വളരെ സിമ്പിളായിട്ട് റോഡിലൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നതൊക്കെയാണ് പോകുന്നത്. അടുത്തിനി ബോട്ടം പോർഷനിൽ നിന്ന് മുകളിലോട്ട് കയറുന്ന ആ ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ഒരു ട്രഞ്ചുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ട്രഞ്ചാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതൊക്കെ വളരെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് അതിൻ്റെ ആ ഒരു ഡ്രൈവർ കാണുന്നത്. എന്തായാലും ആദ്യത്തെ ഒരു സെറ്റ് എൻഡ് ചെയ്യുകയാണ്. നമുക്ക് കാണാം. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. പറ്റുമെങ്കിൽ ഒരാളടുത്തൂടെ ഈ കാര്യം പറയുക, ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. സീ യു സൂൺ.